ആഡംബരത്തിനും ധൂർത്തിനുമെതിരെയാണ് യൂത്ത് കോൺഗ്രസ്സുകാരൻ കരിങ്കൊടി കാണിക്കുന്നെങ്കിൽ അവർക്ക് തെറ്റി. 3 ലക്ഷം രൂപയെ തന്നോളൂ സർക്കാരിൽ നിന്ന്. ബാക്കി മന്ത്രിമാരും അവരെ സ്വന്തം കാറിൽ പോകുന്നില്ല. ഒരു ബസ്സിനകത്ത് പറയുന്ന കേട്ടാ തോന്നും ബസ്. എന്ത് ബസ്? ഒരു സാധാരണ ബസ്. ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ ഓടിച്ചു നോക്കിയ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ആ ടൂറിസ്റ്റ് ബസ്സിന് 2.5 കോടി രൂപ വിലയുണ്ട്. ആ ടൂറിസ്റ്റ് ബസ്സിന് ഞാൻ ഓടിച്ച വണ്ടിക്ക്. ഈ വണ്ടി 1 കോടി രൂപയുടെ ഒരു ബസ്സിനകത്ത് ആകെയുള്ള എന്താ, സ്ത്രീകളായ 3 മന്ത്രിമാരോടുണ്ട്. എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഒരു ടോയ്ലറ്റ് അതിനകത്ത് സ്ഥാപിച്ചു. ഇവിടെ ഇന്നോവ കാറിൽ വരെ ആളുകൾ ടോയ്ലറ്റ് സ്ഥാപിക്കുന്നുണ്ട്. കാലം മാറി. നമ്മുടെ സെൻസി ഇവിടെ ഇവിടുത്തെ സെൻസി പെൻസിലെ ഇവിടുത്തെ സിസ്റ്ററിന് ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്നു. സിസ്റ്റർ യാത്ര ചെയ്യുന്ന ടെമ്പോ ട്രാവലർ ഹോസ്പിറ്റലിൽ പോകണം കൊട്ടിയത്ത്. സിസ്റ്ററുടെ വണ്ടിക്കകത്ത് ടോയ്ലറ്റ് ഉണ്ട്. ഇതൊരു വലിയ ആഡംബരമൊന്നും അല്ല. 20 മന്ത്രിമാർ, 3 വനിതകളായ മന്ത്രിമാരടക്കം യാത്ര ചെയ്യുന്നവർ ഒരു ദീർഘയാത്ര ചെയ്യുമ്പോൾ അതിൽ ഒരു ടോയ്ലറ്റ് വെച്ച് വലിയ കുറ്റമായി പോയി. നിങ്ങൾ മനസ്സിലാക്കണം. ഭാരത് ബെൻസ് ഇവിടെ പാറ കൊണ്ടുവന്ന വണ്ടി ഇതിനെ പാറയടിക്കുന്ന വണ്ടിയില്ലയോ? അതിന് ഈ മുഖ്യമന്ത്രി പോകുന്ന ബസ്സിനേക്കാൾ വിലയുണ്ട് സുഹൃത്തുക്കളെ. ഇത് അറിയാവുന്നതുകൊണ്ട് പറയുന്ന ഒരു ഇന്നോവ കാർ 48 ലക്ഷം രൂപ കുറഞ്ഞ് കിട്ടത്തില്ല നാട്ടിൽ. മാരുതി കാർ 1 ലക്ഷം രൂപയ്ക്ക് വിറ്റ മാരുതി കാർ. ഞാൻ ആദ്യമായി എനിക്ക് ബികോമിന് പഠിക്കുമ്പോൾ എൻ്റെ അച്ഛൻ ഒരു കാർ വാങ്ങിച്ചു. അന്ന് എയർ കണ്ടീഷനുള്ള മാരുതി കാറിന് 1 ലക്ഷം രൂപയായിരുന്നു. 1 ലക്ഷം. ഒരു മാരുതി കാർ 7-8 ലക്ഷം രൂപ അത് കിട്ടത്തില്ല. ഏറ്റവും ചെറിയ വണ്ടി. മുഖ്യമന്ത്രി 1 കോടി രൂപയുടെ വണ്ടി KSRTC വാങ്ങിച്ചതാണ് സുഹൃത്തുക്കളെ. ഇവിടെ ഓടുന്ന സ്കാനിയ ബസ്സുകൾ, KSRTC ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സുകളുണ്ടല്ലോ, അതിന് ഇതിനേക്കാളും വിലയുണ്ട്. വെറുതെ പുകമറ സൃഷ്ടിക്കുക. അപ്പൊ പറഞ്ഞു പൊങ്ങും താഴും. സത്യത്തിൽ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു ഈ വണ്ടി ഉണ്ടാക്കേണ്ടതാണ് എൻ്റെ അഭിപ്രായം. മുഖ്യമന്ത്രി ഇരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം പുറത്തേക്ക് പൊങ്ങി വരണം. അവിടെ നിന്ന് അദ്ദേഹം കൈവീശി കാണിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണമായിരുന്നു. എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ നല്ല ഒന്നാമതൊരു ഐഡിയ പറഞ്ഞു കൊടുക്കാൻ. നമ്മളൊരു വേറൊരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ദരിദ്രന്മാരുടെ യുഗത്തിലല്ല. നമ്മൾ പുരോഗതി ആഗ്രഹിക്കുന്നവരാണ്. അടിപൊളിയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അന്തസ്സായി പറയാൻ കഴിയും. മന്ത്രിമാര് പറയുന്നു എന്താണ് വിദ്യാഭ്യാസ വകുപ്പിൽ ഇനി ചെയ്യാൻ പോകുന്നത്. കേരളത്തിലെ വ്യവസായ രംഗത്ത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു വ്യവസായ മന്ത്രിക്ക് പറയാനുണ്ട്. അത് നിങ്ങൾ ചെറുപ്പക്കാർക്ക് കേൾക്കാൻ പ്രതീക്ഷയുണ്ട്. എന്തൊക്കെ വ്യവസായങ്ങൾ വരും, ഏതൊക്കെ രീതിയിൽ ഇത് വളരും, ആ വളരുമ്പോൾ എൻ്റെ അവസ്ഥ, എൻ്റെ മക്കളുടെ അവസ്ഥ, അവരുടെ തൊഴിൽ, അവരുടെ ജീവിതം എങ്ങനെ കരുപ്പിടിപ്പിക്കും എന്ന് മനസ്സിലാക്കാനുള്ള സദസ്സാണ് നവകേരള സദസ്സ്. കൃഷിമന്ത്രിയുണ്ട്. അദ്ദേഹം പറയും കൃഷി വകുപ്പിലേക്ക് എന്തൊക്കെ വരുന്നു. ഒരുപാട് കർഷകരുള്ള സ്ഥലമാണ് പത്തനാപുരം. കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ, അതിനെന്താണ് പരിഹാരം കാണാൻ പോകുന്നതെന്ന് മന്ത്രി പറയാൻ പോവുകയാണ്. ഞാനൊരല്പം രാഷ്ട്രീയം പറഞ്ഞതുകൊണ്ട് എനിക്ക് മനസ്സിലാവാത്ത രാഷ്ട്രീയം ഞാൻ പറഞ്ഞതാണ്. എനിക്ക് മനസ്സിലായില്ലെങ്കിൽ എനിക്ക് മനസ്സിലായില്ലെന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് ചോദിക്കാനുള്ള ഒരു അനുഭവം എനിക്കുണ്ട്. നിങ്ങളും ഞാനും തമ്മിൽ അങ്ങനെ ഒരു ബന്ധം. നിങ്ങളെ ഈ ബന്ധത്തിലേക്ക് ക്ഷണിച്ചത് ഞാനാണ്. സ്നേഹത്തോടെ ക്ഷണിച്ചു. എല്ലാവരും വന്നു. ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് നവകേരള സദസ്സ് നടന്നത്. മുഖ്യമന്ത്രി എല്ലാ മേഖലകളും സന്ദർശിച്ച് അദ്ദേഹം നേരിൽ കണ്ട്, മന്ത്രിമാർ നേരിൽ കണ്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ്. അല്ലാതെ ഓരോ വീട്ടിലും മുഖ്യമന്ത്രിക്ക് പോകാനൊക്കത്തില്ല, ഓരോ വീട്ടിലും മന്ത്രിമാർക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും കൂടി നവകേരള സദസ്സിലേക്ക് വരികയും ആശയ സംവാദം നടത്തുകയും ചെയ്യുന്ന ഒരു വലിയ പരിപാടിയാണ്. ഇന്ത്യയിൽ തന്നെ, ഒരുപക്ഷെ ലോകത്ത് തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിലെ മുഴുവൻ മന്ത്രിമാരും ഒരുമിച്ച് വരുന്നത്. ഇത് കാണുമ്പോൾ ഇതിന്റെ നേരെ കണ്ണടയ്ക്കാനും ഇതിനെ കരിവാരി തേക്കാനും ശ്രമിക്കുന്നത് എന്തിന്?